ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാഴ്സലോണ വേഴ്സസ് ഇന്റർ മിലാൻ മത്സരത്തിൻ്റെ പ്രിവ്യൂ ചെയ്യണം എന്നുള്ളതൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ അതൊന്നും നടപടിയായില്ല. കാരണം വെച്ചാൽ മുടിഞ്ഞ തിരക്കായിരുന്നു. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം സമയം തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആർസണൽ വേഴ്സസ് PSG മത്സരത്തെക്കുറിച്ചിട്ടാണ്. പിന്നെ ആ ഒരു ബാഴ്സലോണ ഇന്റർ മിലാൻ മത്സരത്തിൻ്റെ ചെറിയ ഒന്ന് രണ്ട് വർത്തമാനങ്ങൾ നമുക്ക് വീഡിയോയിൽ അവസാനം ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആർട്ടറ്റയുടെ ടീമിൻ്റെ ഹോമിലേക്ക് എമിറേറ്റ്സിലേക്ക് വന്നുകൊണ്ട് ലൂച്ചോയുടെ പിള്ളേർ 1-0 എന്നുള്ള സ്കോറിന് വിജയിച്ചുകൊണ്ടാണ് തിരിച്ച് ഫ്രാൻസിലേക്ക് യാത്ര പോയിട്ടുള്ളത്, പറന്ന് കളഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറിയാണ് PSG സംബന്ധിച്ചിടത്തോളം. ആരാണ് PSG-ക്ക് വേണ്ടിയിട്ട് വിന്നിംഗ് ഗോൾ അടിച്ചത്? മറ്റാരുമല്ല, ഉസ്മാൻ ഡെംബേലെ ആണ് 3-ാമത്തെയോ 4-ാമത്തെയോ മിനിറ്റിൽ ഗോളടിക്കുന്നത്. അപ്പോൾ ഡെംബേലയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഇതേ ക്യാമ്പയിനിൽ തന്നെ, ഇതേ സീസണിൽ തന്നെ ആർസണലുമായിട്ട് PSG ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു എമിറേറ്റ്സിൽ തന്നെ. 2-0 എന്നുള്ള സ്കോറിലാണ് അവർ അന്ന് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഡെംബേലയെ ടീമിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ലൂച്ചോ. കാരണം വെച്ചാൽ എന്തോ അവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു, ആറ്റിറ്റ്യൂഡ് പ്രശ്നം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതൊക്കെ പറഞ്ഞ് സോൾവ് ആക്കുന്നു എന്ന് മാത്രമല്ല, ഡെംബേലയെ ആ ഒരു ഫോൾസ് നയനാക്കി മാറ്റുന്നു. അതിനുശേഷം ഡെംബേലയെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഇപ്പോൾ 25 ഗോളുകൾ ഈ ഒരു കാലണ്ടർ ഇയറിൽ മാത്രം ഉസ്മാനിക്ക് അടിച്ചിട്ടുണ്ട് 2025. വേറെ ഈ PSG-ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ 11 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾ നടത്തിയിരിക്കുകയാണ്. കിലിയൻ എംബാപ്പെ ഇതിനു മുമ്പ് 11 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒരു ക്യാമ്പയിനിൽ നടത്തിയിട്ടുണ്ട്. അതാണ് റെക്കോർഡ്. അത് മറികടക്കാൻ ഡെംബേലയുടെ മുമ്പിൽ അവസരം വന്നുയർന്നിരിക്കുകയാണ്. ആ രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ചങ്ങായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് PSG ഒരു പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബാലൻഡിയോർ പരിപാടിയിൽ നമുക്ക് ഒരു പക്ഷേ ഡെംബേലയുടെ പേരും ഉൾപ്പെടുത്തേണ്ടി വരും. അതൊരു ജെനുവിൻ ഷൗട്ടാണെന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ മറ്റു ചില പ്ലേയേഴ്സിൻ്റെ പേര് കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഉസ്മാനിക്കയുടെ പേരും നമ്മൾ മുമ്പോട്ട് വെക്കേണ്ടി വരും എന്നുള്ളതാണ് ചാമ്പ്യൻസ് ലീഗ് അടിച്ചു കഴിഞ്ഞാൽ. കാരണം ആ രീതിയിലൊരു ഇമ്പാക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. PSG ആണെങ്കിൽ ട്രബിൾ അടിക്കാനുള്ള പരിപാടിയായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസീവ് ഡിസപ്പോയിൻമെൻറ്റ് വീക്കെൻഡിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അവരുടെ ഹോമിൽ പരാജയപ്പെട്ടു. അപ്പോൾ ലീഗിൽ ഇൻവിൻസിബിളായിട്ട് ജയിക്കാനുള്ളൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു ലൂച്ചോക്ക്. പക്ഷേ അത് നടന്നില്ല. ചാമ്പ്യൻസ് ലീഗ് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു വിഷയമേ ആകില്ല. ഖലീഫയെ സംബന്ധിച്ചിടത്തോളം PSG-യെ സംബന്ധിച്ചിടത്തോളം കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇനിയും പണി ഒരുപാട് എടുക്കേണ്ടതായിട്ടുണ്ട്. 1-0 എമിറേറ്റ്സിൽ ജയിച്ചു. പക്ഷേ ഇനി സെക്കൻഡ് ലെഗ് ഉണ്ട്. പാരീസിലാണെന്നതിന് ശേഷം പിന്നെ ഫൈനലും കളിക്കണമല്ലോ. അപ്പോൾ എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് അവർക്ക് എമിറേറ്റ്സിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡെംബൂസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായി 4 ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചങ്ങായി ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിരിക്കുകയാണ്. ലിവർപൂളിനെതിരെ, ആസ്റ്റൺ വില്ലയ്ക്ക് എതിരെ 2 മത്സരത്തിലും, ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആർസണലിനെതിരെ. 3 ഇംഗ്ലീഷ് സൈഡുകളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം PSG ആദ്യമായിട്ടാണ് ആർസണലിനെ യൂറോപ്പിൽ പരാജയപ്പെടുത്തുന്നത്, അതും സെമി ഫൈനലിൽ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി ഈ PSG സൈഡുണ്ടല്ലോ, ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് ഫുട്ബോളൊക്കെ റോബോട്ടിക്കായിട്ട് മാറുന്നത്. എല്ലാ ടീമുകളും അല്ല, ചില ടീമുകളൊക്കെ റോബോട്ടിക്കായിട്ട് മാറുന്നതും ഫ്ലെയർ പ്ലെയേഴ്സിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ PSG സൈഡ് ഈ റോബോട്ടിക് ഫുട്ബോളിനിടയിൽ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തരുന്ന തരത്തിലൊരു ഫുട്ബോളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. PSG ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ടായിരിക്കും. പക്ഷേ PSG കളിക്കുന്ന ഫുട്ബോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ബ്രേവറി ഉണ്ട്, മാത്രമല്ല ഫ്രീഡം ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ബോളർമാർ അക്ഷരാർത്ഥത്തിൽ ഡൈനാമിക്കാണ്. മുടിഞ്ഞ വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ട്, ഫ്ലെയർ ഉണ്ട്, ഫ്രീഡം ഉണ്ട്, ബ്രേവറി ഉണ്ട്. പിന്നെ എന്താ വേണ്ടത്? അപ്പോൾ ആ രീതിയിലാണ് ലൂച്ചോ ഈ ടീമിനെ മൗൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ലൂയിസ് ക്യാമ്പസിനും അതിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് ആ ടീം ബിൽഡ് ചെയ്തെന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ ലൂച്ചോയുടെ ടീം തന്നെയാണ്. എത്ര മനോഹരമായിട്ടാണ് അവർ ഫുട്ബോൾ കളിക്കുന്നത്. അവർക്ക് വൾണറബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഉള്ള ആ ഒരു ഫ്ലെയർ പ്ലെയേഴ്സ് ബോളുമായിട്ട് റിസ്ക് എടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ഡെസിരി ഡുവെ ഡ്രിബിൾ ചെയ്ത് പോകുന്നു. അതായത് നിങ്ങൾക്ക് ഡ്രിബിൾ ചെയ്ത് പോകാം, നിങ്ങൾക്ക് റിസ്ക് എടുക്കാം, ബോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ വന്ന് എടുത്തോളണം എന്നുള്ളൊരു പരിപാടിയാണ് ലൂച്ചോ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഹക്കീമി മത്സരത്തിന് ശേഷം പറഞ്ഞുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നു, എല്ലാവരും ഡിഫെൻഡ് ചെയ്യുന്നു. അതാണ് തത്വമുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഈ ഫ്രണ്ട് പ്ലെയേഴ്സൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് റേറ്റ് കൊടുക്കുമ്പോൾ അത് ഈ ഡിഫെൻസീവ് പ്ലെയേഴ്സിന് എക്സ്ട്രാ ഊർജ്ജം കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അത്ര. കാരണം അവന്മാർ മുടിഞ്ഞ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളും എക്സ്ട്രാ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെ
ഇപ്പോൾ ഹക്കീമിയൊക്കെ ചിലപ്പോൾ ആ ഒരു സ്ട്രൈക്കർ റോളിലേക്കൊക്കെ നീങ്ങിപ്പോകുന്ന അവസരങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏരിയയിൽ മറ്റൊരാൾ കവർ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ഇവരുടെ റൊട്ടേഷൻ ഭീകരമാണെന്നുള്ള കാര്യം ഓർക്കണം. മത്സരം ഈ മത്സരത്തിൽ ഇപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെംബേലയും ഡെസീരി ഡുവയും വരട്സ്കേലിയുമാണ്. ഇപ്പോൾ അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. മിഡ്ഫീൽഡിൽ ജോ നെവസും വിറ്റീനിയും ഫാബിയൻ റൂയിസും അവരുടെ റൊട്ടേഷൻ ഫാന്റാസ്റ്റിക്കാണ്. പിന്നെന്താണ്, ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ന്യൂനോ മെൻഡസിൻ്റെയൊക്കെ ഡിഫെൻസീവ് എബിലിറ്റി, പേസ്, അഗ്രഷൻ, പാസിങ് എബിലിറ്റി, അതൊക്കെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹക്കീമിയുടെ ഏരിയയിൽ ഒരു വൾണറബിലിറ്റി ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രിവ്യൂവിലും സംസാരിച്ച സംഭവം തന്നെയാണ്. ആ ഒരു ഏരിയയിലൂടെ തന്നെയാണ് ചാൻസുകളും ആർസണൽ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതാണ് പറഞ്ഞത്, ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ഈ PSG സൈഡ്. പിന്നെ മാർക്കിനിയോസ് സോളിഡായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. പാച്ചോ അഗെയിൻ ഗുഡ് പെർഫോമൻസ്. ഡോണറൂമ അഗെയിൻ ഗ്രേറ്റ് പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അതായത് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കണമെങ്കിൽ ഗോൾ കീപ്പർ മരണമാസ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടി വരും ത്രൂ ഔട്ട് ദ ക്യാമ്പയിൻ. അപ്പോൾ ഡോണറൂമ ആ രീതിയിലുള്ള പെർഫോമൻസാണ് ഈ ഒരു ക്യാമ്പയിനിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ നമ്മളത് കാണുന്നില്ല എന്നുള്ളതാണ്. ആൾ കിഡിലനായിട്ട് പിന്നെ ഷോട്ട് സ്റ്റോപ്പിംഗ് ചെയ്യുന്നു, സേവുകൾ പുൾ ഓഫ് ചെയ്യുന്നു, ഒരു ഡിഫറൻസ് മേക്കർ ആകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആൾ ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിനിൽ മാത്രം 3 ഡിഫറെൻറ്റ് മത്സരങ്ങളിൽ 5+ സേവുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 2 മത്സരങ്ങളിൽ 5+ സേവുകളും ക്ലീൻ ഷീറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതൊന്നും മുമ്പ് നടന്നിട്ടുള്ള സംഭവമല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഡൊണറൂമയെ സംബന്ധിച്ചോളം, ഒരു PSG ഗോൾ കീപ്പറെ സംബന്ധിച്ചോളം ആ രീതിയിലുള്ള പെർഫോമൻസുകളാണ് ചങ്ങായി പുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ്റ്റൺ വില്ലയ്ക്കെതിരെയൊക്കെയുള്ള അദ്ദേഹം നടത്തിയുള്ള സേവുകളൊക്കെ വളരെ ക്ലച്ച് സേവുകളായിരുന്നു. ഈ മത്സരത്തിലും അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകളാണ് പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. ട്രൊസാർഡിൻ്റെ സേവ് ആണെങ്കിലും മാർട്ടിനലിൻ്റെ സേവ് ആണെങ്കിലും ഫാൻറ്റാസ്റ്റിക് സേവുകളാണ്. അപ്പോൾ ആ ഡിഫൻസിന് ബ്രീച്ച് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തിബോ കോർട്ടുവൊക്കെ റയൽ മാഡ്രിഡിൻ്റെ വലകാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിബോ കോർട്ടുവൊക്കെ ഒറ്റയ്ക്ക് ഒരുപാട് മത്സരങ്ങൾ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ജയിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ ഒരു ഗണത്തിൽ ഇപ്പോൾ നമുക്ക് പെടുത്താൻ പറ്റില്ല ഡൊണറൂമയെ. കാരണം തിബോ കോർട്ടുവ അത് നിരവധി മത്സരങ്ങളിൽ ഇഷ്ടം പോലെ ക്യാമ്പയിനുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിബോ കോർട്ടുവയുമായിട്ട് ഒരു കമ്പാരിസൺ നടത്തില്ല. പക്ഷേ തിബോ കോർട്ടുവ ചെയ്യുന്ന പോലെ ഡൊണറൂമ ആ രീതിയിലുള്ള അസാധ്യ പെർഫോമൻസാണ് ഈ ഒരു ക്യാമ്പയിനിൽ പുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും അഗെയിൻ ലൂച്ചോക്ക് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഈവൻ ഡൊണറൂമയുടെ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചതിന് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ടീമിൻ്റെ മൊറാൽ ബൂസ്റ്റ് ചെയ്യാനും ഈ ടീമിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും അവരുടെ മെൻറ്റാലിറ്റി വർദ്ധിപ്പിക്കാനും ലൂച്ചോ എന്ന് പറയുന്ന വിന്നർക്ക് സാധിച്ചു. അതാണ് അവിടെ അടിവരായിട്ട് പറയേണ്ട സംഭവം. വിന്നറാണ് ലൂച്ചോ. അപ്പോൾ ആളുടെ ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഈ ഒരു PSG സൈഡിൽ ഇൻസ്റ്റിൽ ചെയ്തിട്ടുണ്ട് ചങ്ങായി. അവർക്ക് ടൈറ്റിൽ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഗ്രേറ്റ് ക്യാമ്പയിനാണ് അവരെ സംബന്ധിച്ചോളം സോഫാർ ഉണ്ടായിട്ടുള്ളത് അല്ലേ. പിന്നെ വിറ്റീനിയ ഒരു പാസ് മാസ്റ്ററാണ്, ഒരു രക്ഷയില്ല. ആ ഫസ്റ്റ് ഹാഫിലൊക്കെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ പാസുകൾ ഒരു മനുഷ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഗ്രൗണ്ടിലും മൊത്തം. ആ രീതിയിൽ വളരെ കംഫർട്ടബിൾ ഓൺ ദ ബോളാണ്, വളരെ കംഫർട്ടബിൾ ഓൺ ദ ബോൾ. ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചങ്ങായി വിറ്റീനിയ തന്നെയാണ്. പിന്നെ ജോ നെവസൊക്കെ ചെറിയ ചെക്കനാണ്, പക്ഷേ എന്താ ഗെയിം റീഡിങ് എബിലിറ്റി. ആൾ നടത്തിയിട്ടുള്ള ആ ഒരു ലാസ്റ്റ് ഡിച്ച് ടാക്കിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിന്നെ മാർജിൻ ഫോർ എറർ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത തരത്തിലുള്ള ഐറ്റമാണ്. ആ രീതിയിലുള്ള ആ ഒരു ടാക്കിളൊക്കെ എനിക്കൊന്ന് മെറീനൊക്കെതിരെയല്ലേ നടത്തിയിട്ടുണ്ടായിരുന്നു. വാട്ട് എ ടാക്കിൾ മാൻ. അപ്പോൾ ആ രീതിയിൽ ജോ നെവസും എല്ലായിടത്തും ഉണ്ട്. നമുക്കിങ്ങനെ ആളിങ്ങനെ പായുന്നിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഇവരുടെ ആ ഒരു മിഡ്ഫീൽഡ് റൊട്ടേഷൻ, ഇവൻ ഫാബിയൻ റൂയിസ് സോളിഡ് പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ന്യൂനോ മെൻഡസ് മുഹമ്മദ് സലയെ പൂട്ടുന്ന നമ്മൾ കണ്ടതാണ് അല്ലേ, കംപ്ലീറ്റ്ലി പൂട്ടുന്ന നമ്മൾ കണ്ടതാണ്. അതേപോലെ ബുക്കായോ സാക്കയും അദ്ദേഹം മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി സാക്കയുടെ 1-2 മൊമെൻറ്റ്സിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നമ്മൾ മെൻഡസിൻ്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ അഗെയിൻ ഒരു സോളിഡ് പെർഫോമൻസ് ചങ്ങായി പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചില നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ 11 ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്തതിൽ 10 വിൻ ചെയ്യുന്നു, 5 ടാക്കിളുകൾ, ഏരിയൽ ഡ്യൂലുകൾ 4 വിൻ ചെയ്യുന്നു, 3 തവണ പൊസഷൻ വിൻ ബാക്ക് ചെയ്യുന്നു, 3 ക്ലിയറൻസുകൾ, 1 ഇൻ്റർസെപ്ഷൻ. ആ ഗോളിൽ ഡെംബേലേക്ക് കൊടുത്തുള്ള അദ്ദേഹത്തിൻ്റെ പാസ് വാസ് എക്സ്ക്വിസിറ്റ്. പിന്നെ എന്താണ്, ആ ഫസ്റ്റ് ഹാഫിൻ്റെ ഹാഫ് ടൈമിലേക്ക് പോകുന്ന ഒരു അവസരത്തിൽ ബുക്കായോ സാക്കയും പിന്നെ മെൻഡസും തമ്മിലുള്ളൊരു ഡ്യൂലുണ്ടായിരുന്നു. അതിൽ ക്ലീനായിട്ട് സാക്ക ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പക്ഷേ ലൈൻസ്മാൻ എന്തിനാണ് ഫൗൾ വിളിച്ചതെന്ന് ഒരു പിടുത്തം എനിക്കില്ല. സാക്ക ബോളുമായിട്ട് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ കാലൊന്ന് വെക്കുന്നത് മെൻഡസാണ്. എന്നിട്ട് സാക്ക ബോൾ അടിച്ച് കളഞ്ഞു, അങ്ങനെ യെല്ലോ കാർഡ് മേടിച്ചു കൂട്ടിയിരുന്നു. പക്ഷേ അത് ജെന്യുവൻ ഫ്രസ്ട്രേഷനായിരുന്നു സാക്കയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ഒരു ഫ്രസ്ട്രേഷൻ വരാനുള്ള മറ്റൊരു കാര്യം ഒബ്വിയസ്ലി അതൊരു പിന്നെ റോങ് കോളാണ്. അതോടൊപ്പം തന്നെ
മെൻഡസ് ശരിക്കും സാക്കയുടെ കാര്യങ്ങൾ അത്ര എളുപ്പമാക്കുന്നുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു, വിങ്ങർമാരുടെ ട്രാക്ക് ബാക്കിങ്. അപ്പോൾ ഈ PSG സൈഡിലെ വിങ്ങർമാരുടെ വർക്ക് റേറ്റ് ഒരു രക്ഷയില്ല. അതിൽ തന്നെ വരട്ഷ്കേലിയയുടെ, കവരഡോണയുടെ ആ വർക്ക് റേറ്റ് ഉണ്ടല്ലോ, എൻ്റെ പൊന്ന് ചെങ്ങായിമാരെ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നാണ്. അതാണ് സാക്കയെ പിന്നെ ന്യൂനോ മെൻഡസിന് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് ഈ ചങ്ങായി വഹിച്ചിട്ടുണ്ട്. വരട്ഷ്കേലിയ മത്സരത്തിൻ്റെ 86ാമത്തെ മിനിറ്റിലുള്ള ഒരു ചിത്രം ഞാൻ കാഴ്ചവെക്കാം. അതായത് ബുക്കായോ സാക്കയിലേക്ക് ഒരു ബോൾ കൊടുത്തപ്പോൾ അവിടെ വരട്ഷ്കേലിയ വന്നിട്ടാണ് അത് ഡിഫെൻഡ് ചെയ്യുന്നത്. അത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ ഡിഫെൻസീവ്ലിയും വരട്ഷ്കേലിയ ഫാൻറ്റാസ്റ്റിക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. PSG ഈ മത്സരത്തിൽ ഓഫ് ദ ബോളും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 52-48 എന്നുള്ള രീതിയിലാണ് പൊസഷൻ സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ, പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് 30 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ PSG നല്ല രീതിയിൽ ബോൾ വെച്ച് തന്നെ മത്സരം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഹാഫ് ടൈമിലേക്ക് പോകുന്ന അവസരത്തിൽ ആഴ്സണൽ മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഗോൾ കണ്ടെത്തണം. ആ ഗോൾ കണ്ടെത്താൻ ആഴ്സണലിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല ക്രൗഡിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ അവരാൽ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചു കൊടുത്തു. പക്ഷേ PSG അൾട്രാസും അവിടെ ഉണ്ടായിരുന്നു. അവരും മനോഹരമായിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരും നല്ല രീതിയിൽ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഗ്രേറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷേ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ജിജി ഡോണറൂമ ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകൾ നടത്തിയെങ്കിലും മിക്കേൽ മെരീനോയുടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഓഫ് സൈഡ് ഗോൾ ഡിസലോ ചെയ്യപ്പെട്ടിരുന്നെങ്കിലും ഓവറോൾ അവരുടെ ഓപ്പൺ പ്ലേയിൽ നിന്നുള്ള ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി പ്രധാന പ്രശ്നമായിട്ട് തുടരുകയാണെന്ന് മാത്രമല്ല, ഡെക്ലൻ റൈസിനെ ആ ഒരു 8th റോള് കളിപ്പിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ഈ മത്സരത്തിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടായിരുന്നു. അതുകൊണ്ടാണ് അനാവശ്യമായിട്ട് തോമസ് പാർട്ടി ആ യെല്ലോ കാർഡ് വാങ്ങിയപ്പോൾ ഡെക്ലൻ റൈസിന് തന്നെ കിളി പോയിട്ടുണ്ടായിരുന്നത്. എന്തൊരു തോന്നിയാസ യെല്ലോ കാർഡാണ് ചങ്ങായി വാങ്ങിക്കൂട്ടിയിരുന്നത്. അത് വെറുതെ വാങ്ങിക്കൂട്ടിയ യെല്ലോ കാർഡാണ്. ആ യെല്ലോ കാർഡിന് വലിയ വില ഇപ്പോൾ ആഴ്സണൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ശരിയാണ്, 1-0 തോറ്റിട്ടുള്ളൂ. പക്ഷേ ഈ മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളിൽ 2 കിഡിലൻ ചാൻസുകളും PSG കിട്ടിയിട്ടുണ്ടായിരുന്നു. 3-0 ആക്കാനും അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ടൈ തന്നെ കില്ല് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവർ മുതലെടുക്കാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു PSG ക്ലിനിക്കലല്ലാത്തൊരു പ്രശ്നം അവരെ ചിലപ്പോൾ അലട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോഴും ഈ ടൈൽ ആഴ്സണൽ നിലകൊള്ളുന്നുണ്ട്. പക്ഷേ തോമസ് പാർട്ടെ വാങ്ങിക്കൂട്ടിയ യെല്ലോ അതൊരു ദുരന്തം യെല്ലോ കാർഡായിരുന്നു. കാരണം വെച്ചാൽ അത് മൊത്തം ഡൈനാമിക്സിൽ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം തോമസ് പാർട്ടി ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കളിച്ചു കഴിഞ്ഞാൽ ഈ ഡെക്ലൻ റൈസിന് ആ ബോക്സ് ടു ബോക്സ് റോൾ കളിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ഒരു തവണയാണ് പിന്നെ ഡെക്ലൻ റൈസിനൊന്ന് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ആ ഡ്രൈവ് ചെയ്ത് പുള്ളിക്കാരൻ പോയിട്ട് അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടൂല. കാരണം അമ്മാതിരി പിന്നെ എബിലിറ്റി ഉള്ള പ്ലെയറാണ്, ഫിസിക്കലി സ്ട്രോങ്ങർ ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ആൾ ഡ്രൈവ് ചെയ്ത് പോയി. പിന്നെ മാർട്ടിനെല്ലിയുടെ റൺ അവിടെ മികച്ചതായിരുന്നു. മാർട്ടിനെല്ലിയുടെ ആ ഒരു പിന്നെ സെൻട്രൽ റണ്ണ്, അതോടുകൂടിയിട്ട് ട്രൊസാർഡിനവിടെ നല്ല രീതിയിലുള്ള സ്പേസ് ലെഫ്റ്റ് സൈഡിൽ ലഭിക്കുന്നു. അപ്പോൾ ഡെക്ലൻ റൈസ് ഓടിയിട്ട് അത് ട്രൊസാർഡിന് കൊടുക്കുന്നു. ട്രൊസാർഡിന് ബോക്സിൽ അദ്ദേഹം നല്ലൊരു അറ്റംപ്റ്റാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ജിജി ഡോണറൂമ ഫാൻറ്റാസ്റ്റിക് സേവ് പുൾ ഓഫ് നമ്മൾ കണ്ടു. പക്ഷേ അത് വരുന്നത് എങ്ങനെയാണ്? ഈ ഡെക്ലൻ റൈസിൻ്റെ ഡ്രൈവിംഗ് റണ്ണിലൂടെയാണ്. അപ്പോൾ ആ ഡ്രൈവിംഗ് റണ്ണുകൾ അവർ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, തോമസ് പാർട്ടെ വളരെ കംഫർട്ടബിളാണ് പിന്നെ ഡിഫൻസിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് ഹാഫ് ടേണുകളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ആൾ റിസ്ക് എടുക്കും. അത് ചിലപ്പോഴൊക്കെ മിസ്റ്റേക്കും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ റിസ്ക് എടുക്കണം. ഡെക്ലൻ റൈസ് സംബന്ധിച്ചോളം ആൾ ഓക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു ബോക്സ് ടു ബോക്സ് റോളാണ് അദ്ദേഹം കൂടുതൽ ഇമ്പാക്റ്റ് ആ സൈഡിൽ ഉണ്ടാക്കുക. മെറീനോയെ സംബന്ധിച്ചോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പണിയെടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഡെക്ലൻ റൈസിന് ആ ഒരു 8ൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് മെറീനോയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, മെറീനോയെ ആ ഒരു ഫോൾസ് 9 റോൾ ഇവർ മിസ് ചെയ്തു. അതാണ് എടുത്തു വേണ്ട സംഭവം. അതാണ് ആ തോമസ് പാർട്ടിയുടെ യെല്ലോ ശരിക്കും മൊത്തത്തിൽ ആ ഡൈനാമിക്സിനെ ബാധിച്ചു എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ സാക്കയെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ശരിക്കും PSG പിന്നെ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതവർ പിന്നെ നല്ല രീതിയിൽ എക്സിക്യൂട്ടും ചെയ്തു. പിന്നെന്താണ് മാർട്ടിനെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ അല്ലാത്തൊരു പ്രശ്നമുണ്ട്. നല്ല രീതിയിൽ പണിയെടുക്കും, അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്തോളും, ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തോളും. പിന്നെ ഞാൻ പ്രിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹക്കീമിയുടെ പുറകിൽ സ്പേസ് ഉണ്ടായിരിക്കും. കാരണം ഹക്കീമി അവിടെ സ്പേസ് ലീവ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന തരത്തിലുള്ള ചങ്ങായിയാണ്. അപ്പോൾ ആ രീതിയിൽ സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ്, ആ ചാൻസ് മുതലെടുക്കാൻ മാർട്ടിനെല്ലിക്കും സാധിച്ചില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് ആ ചാൻസും ആഴ്സണലിനെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ഡേവിഡ് റായയുടെ അടുത്തുനിന്ന് ബോൾ ആ ഒരു ഹാഫിലിൻ്റെ അടുത്ത് റിസീവ് ചെയ്യുന്നത്
പിന്നെ നമ്മുടെ ലൂയിസ് കെല്ലിയാണ്. അപ്പോൾ ലൂയിസ് കെല്ലിക്ക് ആ മിഡ്ഫീൽഡർ വളരെ കംഫർട്ടബിൾ കളിക്കാൻ പറ്റും. കാരണം നാച്ചുറലി ചെങ്ങായി ഒരു മിഡ്ഫീൽഡറാണ്. യൂത്ത് അക്കാഡമിയിലൊക്കെ ചെങ്ങായി മിഡ്ഫീൽഡറായിട്ടാണ് കളിക്കുന്നത്. പിന്നെയാണ് അദ്ദേഹത്തെ ഒരു ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നത്. പക്ഷേ അഗെയിൻ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ആൾ ആ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഈ ഹക്കീമി ആ റൈറ്റ് ബാക്ക് റോളിൽ നിന്ന് ജമ്പ് ചെയ്ത് വന്നിട്ട് ഇയാളെടുത്ത് നിന്ന് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ കൊതറാണ്. അതായത് ഈ ലൂയിസ് കെല്ലി വളരെ സ്ട്രോങ്ങറായിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. ഹക്കീമിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരു ഡ്രൈവിംഗ് റണ്ണ്, MLS-ൻ്റെ ആ ഒരു ഡ്രൈവിംഗ് റണ്ണ് ഒരു ചാൻസാണ് ക്രിയേറ്റ് ചെയ്തത്. മാത്രമല്ല ഡ്രൈവിംഗ് റണ്ണ് നടത്തുന്നത് മാത്രമല്ല പുള്ളിക്കാരൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഹക്കീമിയുടെ ആ ഒരു ഏരിയയിൽ കവർ ചെയ്യുന്നുണ്ടായിരുന്നത് മാർക്കിനിയോസാണ്. പക്ഷേ അവിടെയുള്ള മാർട്ടിനയുടെ റണ്ണ് മികച്ചതാണ്. ആ ത്രൂ ബോൾ ഡ്രൈവ് ചെയ്ത് വരുന്നു എന്നിട്ട് ആ ത്രൂ ബോൾ കൊടുക്കാനുള്ള ആ ഒരു കമ്പോഷറൊക്കെ ഈ ലൂയിസ് കെല്ലി എന്ന് പറയുന്ന ഈ യങ് ഫുട്ബോളർക്കുണ്ട്. ഗ്രേറ്റ് പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ കൊടുക്കുന്നു. അവിടെ മാർട്ടിനെ സംബന്ധിച്ചോളം ആൾ ബോഡിയിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഷോട്ടാണ് പിന്നെ ഫാർ പോസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അഗെയിൻ അതൊരു ഗ്രേറ്റ് സേവ് ആണ് ഡോണറും അവിടെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാൻറ്റാസ്റ്റിക് സേവ്, ഗ്രേറ്റ് സേവ്. അപ്പോൾ ഈ രീതിയിൽ എന്താണ് ആ ഡ്രൈവിംഗ് റണ്ണിലൂടെയാണ് ആ ഒരു പിന്നെ ആസ്നൽ ചാൻസ് പ്രധാനമായിട്ടും 2 ബിഗ് ചാൻസുകൾ അവർ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അവർ മറ്റൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്തത് ഇപ്പോൾ ഈ സാക്കെ, ഞാൻ പറഞ്ഞു സാക്കെ ഇവർ നല്ല രീതിയിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഒരവസരത്തിൽ ഈ പാച്ചോയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ബോൾ അങ്ങോട്ട് വന്നപ്പോൾ അതിൽ മാർട്ടിനെലിയും റൈറ്റ് ചാനലിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. മാർട്ടിനെലിയും അങ്ങോട്ടേക്ക് പോയി സാക്കയും പോകുന്നുണ്ട്. അപ്പോൾ പാച്ചോ അവിടെ അണ്ടർ കൺട്രോളിലാണ്. പക്ഷേ മാർട്ടിനെലി അവിടെ അത് നിക്ക് ചെയ്യുന്നു, സാക്കിലേക്ക് എത്തുന്നു. പാച്ചോക്ക് സാക്കയെ പിടിച്ചാൽ കിട്ടുന്നില്ല. അങ്ങനെ സാക്ക ആ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ നീങ്ങിപ്പോകുന്നു. അതിന് 1-2 പാസ് അവിടെ കൊടുത്തതിന് ശേഷം സാക്ക ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ലൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കണം. അത് 2 സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. സാക്ക ഒരു ഡിഫറൻസ് മേക്കറാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ മാർട്ടിനെലി ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ലെഫ്റ്റിൽ നിന്നാണ് സാക്കയുടെ ക്രോസ് ഉണ്ടായിരുന്നത്. ക്രിയേറ്റ് ചെയ്തു അവിടെ സാക്ക. പക്ഷേ അത് മാർട്ടിനെലിക്ക് എത്തിയില്ല. ആ ബോളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. അതൊരു നിയർലി മൊമെൻ്റ് ആയിരുന്നു ആ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മൾ ഈ ഡെംബലയുടെ ഗോളിനെ കുറിച്ച് സംസാരിക്കണമല്ലോ. അത് ബ്യൂട്ടിഫുൾ ഗോളാണ്. 26 പാസുകൾ അടങ്ങുന്നൊരു ഗോൾ. ബ്യൂട്ടിഫുൾ ഗോൾ. അതായത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഈ ഹോം ടീമിൻ്റെ ആ ഒരു എനർജിയെ എങ്ങനെയാണ് PSG യൂസ് ചെയ്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ലിവർപൂളിനെതിരെയും ഇതേ രീതിയിൽ തന്നെ PSG ഗോൾ അടിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഈ ഡെംബേലേക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷനാണ്. ഒന്ന് ഫ്രീഡം ഉണ്ട് ചങ്ങായിക്ക്, ഫോൾസ് 9 ആണ്. പക്ഷേ അദ്ദേഹം നന്നായിട്ട് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വരും ആ ഒരു ഹാഫിൻ്റെ അടുത്തേക്കൊക്കെ. ചിലപ്പോൾ ഒക്കെ ലെഫ്റ്റ് ബാക്കായിട്ട് ചങ്ങാനെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോൾ ആ 6 റോൾ ചിലപ്പോൾ ചങ്ങാനെ കാണാൻ പറ്റും. ആ രീതിയിലുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ സത്യം പറഞ്ഞാൽ ലൂച്ചോയുടെ ടീമിൻ്റെ ടാക്ടിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഈ ഡെംബേലയെ ഡ്രോപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന രീതി, മറ്റൊന്ന് ഡെംബേലെ ഈ ഡിഫൻസിൻ്റെ പുറകിലൂടെ റണ്ണുകൾ നടത്തുന്നുണ്ടായിരുന്നു, ചാനലുകളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണ്, അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെംബേലേക്ക് ഇഞ്ചുറി പറ്റിയപ്പോൾ ഗൊൺസാലോ റാമോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടിപ്പിക്കൽ നമ്പർ 9 വരുന്നു, ഒരു ടാർഗറ്റ് മാനെ പോലെ പുള്ളിക്കാരനെ യൂസ് ചെയ്യുന്നു, പുള്ളിക്കാരന് ലോങ് ബോളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ആ രീതിയിൽ വെറൈറ്റി ടാക്ടിക്സ് യൂസ് ചെയ്തിട്ടുണ്ട് ലൂച്ചോ ഈ മത്സരത്തിൽ നിന്നുള്ള കാര്യം ഓർക്കണം. ആ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരൊറ്റ മോഡിലാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. ഒരൊറ്റ മോഡിൽ, ഒറ്റ പേസിൽ, ഒരു പ്ലാൻ ബി ഇല്ലാത്ത രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. ഇനി ആർസണലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷമം വന്ന മറ്റൊരു കാര്യം ഞാൻ പറയാം. അതിലൊരു ആർസണൽ ഫാനിന് വിഷമം വന്ന ഒരു കാര്യം ഞാൻ പറയാം. അത് മത്സരത്തിൻ്റെ അവസാന സമയത്തുള്ളതാണ്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ എന്തായാലും ഈ ഗോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിൽ PSG ഇങ്ങനെ ചെറിയ ക്യൂട്ട് പാസുകൾ ഇങ്ങനെ ഇടുന്നു, ചെറിയ ക്യൂട്ട് പാസുകൾ ഇങ്ങനെ കളിക്കുന്നു. അങ്ങനെ അവർ പിന്നെ അത് ലെഫ്റ്റിലേക്ക് നീക്കുന്നു. അതായത് ഡിഫൻഡർമാരെ ടച്ച് എടുത്തിട്ട് ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ലെഫ്റ്റിലേക്ക് നീക്കിയപ്പോൾ അത് ന്യൂനോ മെൻഡസിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പിന്നെ ആർസണൽ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പ്രിവ്യൂവിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ ആർസണൽ നല്ല രീതിയിൽ മുമ്പോട്ട് കയറി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റും ഈ PSG-ക്ക്. അത് പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ മത്സരത്തിന് തുടക്കമാണ്. അപ്പോൾ ഹൈ എനർജി ഉണ്ട്, ഹൈ ഒക്ടെയിൻ സ്റ്റാർട്ടാണ് ആർസണലിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോൾ PSG-യുടെ അടുത്തായിരുന്നു. മത്സരത്തിൽ ബോൾ വിൻ ചെയ്യാനായിട്ട് ഡെക്ലൻ റൈസും മെറീനോ ഒക്കെ മുമ്പോട്ട് കയറി പ്രസ് ചെയ്യുമ്പോൾ ഈ ഡെംബേല് വളരെ ക്ലെവറായിട്ട് ഹാഫലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ആ ഡെംബേലേക്കുള്ള പാസ് കൊടുക്കണം. മെൻഡസിൻ്റെ പാസ് വാസ് ബ്യൂട്ടിഫുൾ പാസ്. എന്നതിന് ശേഷം ഡെംബേലയുടെ മുമ്പിൽ ഇഷ്ടം പോലെ സ്പേസാണ്. PSG-യുടെ പ്ലെയേഴ്സ് തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്, റൈറ്റിലൂടെയും ലെഫ്റ്റിലൂടെയും ഒക്കെ ഓടുന്നുണ്ട്. അപ്പോൾ ലിവർപൂളിനെതിരെ ഡെംബേലെ റൈറ്റിലുള്ള ബാർക്കോയുടെ പാസ്സാണ് അന്ന് പിക്ക് ചെയ്തെങ്കിൽ ഈ ഒരു അവസരത്തിൽ വരട്ഷ്കേലിയുടെ ആ ഒരു ലെഫ്റ്റിലൂടെയുള്ള റണ്ണ് പിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആർസണൽ സംബന്ധിച്ചിടത്തോളം വരട്ഷ്കേലിയെ ഫ്രീ ആക്കി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം വെച്ചാൽ എല്ലാവരും ആ ബോക്സിലേക്ക് ടക്കിൻ ചെയ്ത് പോയി. അപ്പോൾ എന്താണ് വരട്ഷ്കേലിയയിലേക്ക് ബോൾ കൊടുക്കുന്നു ഡെംബേലെ. വരട്ഷ്കേലിയ ഒബ്വിയസ്ലി
ഭയങ്കര ക്ലെവറായിട്ട് ഫുട്ബോളാണ്, ഭയങ്കര നിമ്പിൾ ഫുട് വർക്കുള്ള പ്ലെയറാണ്, നമുക്കറിയുന്നതാണ്. അപ്പോൾ ആൾ അതുമായിട്ട് ഇങ്ങനെ ബോക്സിലേക്ക് ഇങ്ങനെ പോകുന്നു. പിന്നെ ആൾ കട്ട് ബാക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ സോൺ 14 എന്ന് പറയുന്ന ആ ബോക്സിന് തൊട്ട് പുറത്തുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് അവിടെ ഒരു ആർസണൽ പ്ലെയറും ഡെംബെലയുടെ ആ ഒരു പിന്നെ പൊസിഷൻ കണ്ടില്ല എന്ന് മാത്രമല്ല, ഡെംബെലയിലേക്ക് ആ കട്ട് ബാക്ക് കൊടുത്തു. അപ്പോൾ ഡെംബെലെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് നടത്തുന്നു. അത്ര ക്ലീൻ ആയിട്ടുള്ളൊരു സ്ട്രൈക്കല്ല, പക്ഷേ അത് പോസ്റ്റ് തട്ടിയിട്ട് വലയിലേക്ക് പോകുന്നു. ബ്യൂട്ടിഫുൾ ടീം ഗോളാണ് അവിടെ PSG ഭാഗം നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ അവിടെ ആ സംബന്ധിച്ചിടത്തോളം ബെറ്ററായിട്ട് ആ സിറ്റുവേഷൻ ഡിഫെൻഡ് ചെയ്യാമായിരുന്നു, അതവർ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ എന്താണ്, ആ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് അവിടെ ഡിഫെൻസീവ്ലി കുറച്ചുകൂടെ ബെറ്ററായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡെംബെലയുടെ റണ്ണ് മിഡ്ഫീൽഡർമാർ ട്രാക്ക് ചെയ്യാൻ മറന്നു പോയിരുന്നെങ്കിലും ഒരു അറ്റാക്കിംഗ് പ്ലെയർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എഫേർട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആർസണലിന് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. മത്സരത്തിന് തുടക്കമാണ്, നല്ല എനർജിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവിടെ നടന്നില്ല. അങ്ങനെയാണ് PSG മത്സരത്തിൽ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡേവിഡ് റായ അഗെയിൻ നല്ലൊരു സേവ് ഫസ്റ്റ് ഹാഫിൽ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫാൻറ്റാസ്റ്റിക് സേവാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഡെംബെലയുടെ ചാനലിലേക്കുള്ള റണ്ണ്, റൈറ്റ് ചാനലിലേക്കുള്ള റണ്ണ് ഒരു ലോങ് ബോളിലൂടെ പിക്ക് ചെയ്യുന്നു മിഡ്ഫീൽഡിൽ നിന്ന്, ബ്യൂട്ടിഫുൾ ബോൾ. പക്ഷേ അവിടെ സലീബ നല്ല രീതിയിൽ ഡെംബെലയെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഡെംബെല അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പിന്നെ സപ്പോർട്ടിനായിട്ട്. അപ്പോൾ സപ്പോർട്ടിന് പ്ലേയേഴ്സ് വരുന്നുണ്ട്. എന്നിട്ട് ആൾ ആ ബോക്സിലേക്ക് ഒരു ബോൾ കൊടുക്കുന്നു. അത് ഡെസിരി ഡുവയിലേക്ക് എത്തുന്നു. ഡെസിരി ഡുവെ ബോക്സിൻ്റെ ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് വന്നിട്ട് ആൾ നല്ലൊരു ഷോട്ട് ആൻഡ് അൺലീഷ് ചെയ്തു. അത് ബ്യൂട്ടിഫുള്ളായിട്ട് ചാടി സേവ് ചെയ്തു നമ്മുടെ ഡേവിഡ് റായ. അത് ഫാൻറ്റാസ്റ്റിക് സേവാണ്. അത് ഡുവെ വിചാരിച്ചിട്ടുണ്ടാവുക ഗോളായിട്ടുണ്ടാവുന്നതാണ്. പിന്നെ ഈ ഡുവയെ സംബന്ധിച്ചിടത്തോളം ഡുവയുടെ ടച്ച്, അതായത് നെയ്മർ ജൂനിയർ ഈ ഒരു ഫുട്ബോൾ ലോകത്തിന് എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇമാതിരി ഈ ബോളർമാരുണ്ടല്ലോ, ഈ ലമീനെ പോലെ ഡെസിരി ഡുവെ പോലെയുള്ള ചെക്കന്മാരൊക്കെ എങ്ങനെ ഈ ജോഗോ ബൊനീറ്റോ കളിക്കുന്നതിൽ കാരണക്കാരൻ ചെങ്ങായി തന്നെയാണ്. കാരണം അയാളാണ് ഇവന്മാരുടെയൊക്കെ ഐഡൽ. അപ്പോൾ ഡെസിരി ഡുവയുടെയൊക്കെ ടച്ച്, ആളുടെയൊക്കെ ഡ്രിബിള്, ടേക്ക് ഓണുകൾ നടത്തുന്നത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. ശരിയാണ്, പൊസഷൻ കുറേ നഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ്, ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ടീമിന് വേണ്ടിയിട്ട് വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം എന്താണ്, ആ ഫ്ലെയർ ഉണ്ട്. മാത്രമല്ല അവർക്ക് ആ റിസ്ക് എടുക്കാനുള്ള ഫ്രീഡം ഈ ലൂച്ചോ എന്ന് പറയുന്ന മാനേജർ കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക, ചെക്കനാണ് ഈ ഡെസിരി ഡുവയൊക്കെ. ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ആകാനുണ്ട്. ഒരു 2-3 വർഷം കൊണ്ട് ഇഞ്ചുറി ഒന്നും പറ്റാണ്ടിരിക്കട്ടെ, അവരുടെ ഐഡലിന് പറ്റിയ പോലെ ഇഞ്ചുറി ഒന്നും പറ്റാണ്ടിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പൊളിക്കും, ഒരേ പൊളിക്കും. അപ്പോൾ എന്തായാലും ഡുവയുടെ അറ്റംപ്റ്റ് പക്ഷേ ഡേവിഡ് റായ മനോഹരമായിട്ട് സേവ് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫിൽ പിന്നെ ആ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് തൊട്ടും വേണം മാർട്ടിനിയുടെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതൊരു ഗ്രേറ്റ് ചാൻസ് ആയിരുന്നു. പിന്നെ 5 അറ്റംപ്റ്റിലാണ് ആർസണൽ ഫസ്റ്റ് ഹാഫിൽ നടത്തിയത്. 4 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു. PSG 6 അറ്റംപ്റ്റിൽ നടത്തി 4 ടാർഗറ്റിലേക്ക് അടിച്ചു. സെക്കൻഡ് ഹാഫിൽ 1 പോലും PSGക്ക് ടാർഗറ്റിലേക്കൊന്നും അടിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നെ എന്താണ്, ആ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഫ്രീ കിക്ക് ടെക്നിക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മെയിൻ ആയുധം അത് തന്നെയാണ്. ഓപ്പൺ പ്ലേയിൽ നിന്ന് വലിയ തോതിൽ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട് അവർ. ശരിയാണ്, മാർട്ടിനിൻ്റെയും ട്രൊസാർഡിൻ്റെയും ചാൻസ് ഓപ്പൺ പ്ലേയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ ജനറലി അതൊരു പ്രശ്നമാണ്. ഒപ്പം ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് ആർസണലിൽ, അത് വേറെ കാര്യം. പക്ഷേ ഫ്രീ കിക്കിൽ നിന്നുള്ള അവരുടെ ആ ഒരു, അതുപോലെ കോർണറുകളിൽ നിന്നുള്ള സെറ്റ് പീസുകളിൽ നിന്നുള്ള അവരുടെ ജനറൽ ഐഡിയാസും ആ ഇന്നോവേഷനും ഒക്കെ അത് അടിപൊളി സംഭവമാണ്. നിക്കോ യോർ എന്ന് പറയുന്ന കോച്ചിന് തന്നെയാണ് നമുക്കതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ അവർ ഓൾമോസ്റ്റ് സെറ്റ് പീസ് FC ഓൾമോസ്റ്റ് ഡെലിവറി എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുമ്പോൾ ഈ PSG ലൈൻ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആർസണലിൻ്റെ ഒരു ലൈന് സ്കൂൾ വിട്ട പോലെ പിള്ളേരിങ്ങനെ നടന്നു വരുന്ന പോലെ, വരിയായിട്ട് നടന്നു വരുന്ന പോലെ ആർസണൽ പ്ലേയേഴ്സിന് നടന്നു വരിക ഓഫ് സൈഡ് ഏരിയയിൽ നിന്നിട്ട് ആ ബോൾ അങ്ങോട്ട് എത്തുമ്പോൾ ഓൺ സൈഡ് ആക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് മെറീനോ അത് ഹെഡ് ചെയ്ത് ഗോളാക്കി. പക്ഷേ അവിടെ സ്ലൈറ്റ്ലി ഓഫ് സൈഡായി പോയി, ചെറിയ തോതിൽ അൺലക്കിയാണ് അവിടെ. അപ്പോൾ അവരുടെ ആ ടെക്നിക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതൊക്കെ ഭയങ്കര ഇന്നോവേഷനാണ്. എന്തായാലും അതവിടെ വർക്കൗട്ട് ആയില്ല. പിന്നെന്താണ്, നമ്മൾ ഡെംബെലെ ഇഞ്ചുറി പറ്റി പോകുന്നതിന് മുമ്പ് അഗെയിൻ പിന്നെ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് പോയിട്ട് ഹക്കീമി ആ റൈറ്റ് ബാക്ക് റോളിൽ നിന്ന് സ്ട്രൈക്കറായിട്ട് മാറുകയും ഡെംബെലെ അദ്ദേഹത്തിന് സ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയും ആ അവസരത്തിൽ ഗ്രേറ്റ് ടാക്കിൾ സലീബ പുൾ ഓഫ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഗ്രേറ്റ് ടാക്കിൾ. പിന്നെ എങ്ങനെയാണ് 2 ചാൻസുകൾ PSGക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം. ഗോൺസാലോ റാമോസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ പിന്നെ ടിംബർ പോയിട്ട് വൈറ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ആ ചാൻസിന് മുമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും എങ്ങനെയാണ് ബാർക്കോലയുടെ ചാൻസ് വരുന്നത്. അപ്പോൾ ബാർക്കോലയും
ഡെസിരി ഡുവക്ക് പകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാർക്കോലയുടെ ചാൻസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിലാണ്. ആ റൈറ്റ് സൈഡിലുള്ള ബ്യൂട്ടിഫുൾ മൂവ്, ജോവൻ നെവസ്, അതേപോലെ തന്നെ ബാർക്കോല, ഗോൺസാലോ റാമോസ്, ഇവരൊക്കെ കൂടിയിട്ടുള്ള വൺ ടച്ച് പാസിങ്. അപ്പോൾ അതിൽ കിവിയോറൊക്കെ മുമ്പോട്ടേക്ക് കാര്യം വന്നിട്ട് അദ്ദേഹത്തിനൊന്നും അവിടെ ടാക്കിൾ വിൻ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. സലീബക്ക് ടാക്കിൾ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവരുടെ 1-2 അത്തരത്തിൽ ഭയങ്കര ക്വിക്കായിട്ടുള്ള 1-2 അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. ഗോൺസാലോ റാമോസിൻ്റെ ടച്ചിൽ പിന്നെ ബാർക്കോല റിലീസ് ചെയ്യുന്നു. ബാർക്കോല അതുമായിട്ട് ബോക്സിംഗ് റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് അതിൻ്റെ ഷോട്ട് അതിന് ഡ്രാഗ് ചെയ്ത് പോയി. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അവിടെ ഗോൺസാലോ റാമോസ് ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അല്ല, ഓഫ് സൈഡ് അല്ല. അത് റീപ്ലേ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അവിടെ നിന്ന് അധികം വൈകാത്തന്നെ 1-2 മിനിറ്റിൽ തന്നെ പാച്ചോടെ ലോങ് ബോൾ, അവിടെയുള്ള ഗോൺസാലോ റാമോസിൻ്റെ റണ്ണ് ഫാന്റാസ്റ്റിക് ആണ്. ഗോൺസാലോ റാമോസ് എന്നിട്ട് ആൾ വിചാരിച്ചു, എനിക്ക് തോന്നുന്നു ആൾ ഓഫ് സൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു വെറൈറ്റി ഫിനിഷിനുള്ള ശ്രമം നടത്തിയത് അത് ബാറിൽ തട്ടിപ്പോയി. അപ്പോൾ അങ്ങനത്തെ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ മത്സരത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന സംഭവം 5 മിനിറ്റ് ഇഞ്ചുറി ടൈം എങ്ങാനും കൊടുത്തപ്പോൾ ആർസണലിൻ്റെ ആ ഒരു ലെഥാർജിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടല്ലോ, വളരെ ലാക്ക് ഓഫ് എർജൻസി കാഴ്ചവെച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച്. അതായത് ഞാൻ പറയാം, ഡേവിഡ് റായർ അടുത്ത് ബോൾ ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്, 1.5 മിനിറ്റ് എങ്ങാനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആറ്റ് എ ടൈമിൽ. ഡേവിഡ് റായ സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ആർക്കും കൊടുക്കുന്നില്ല. പിന്നെ അത് സലീബക്ക് കൊടുത്തു. സലീബക്ക് ഇനിയിപ്പോൾ ആർക്കാ കൊടുക്കേണ്ടതുള്ളൊരു ധാരണയില്ല. അങ്ങനെ വീണ്ടും അത് അവിടെ 1-2 പാസ് നടത്തിയതിനു ശേഷം ഡേവിഡ് റായക്ക് കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ PSG പ്രസ് ചെയ്തു. അപ്പോൾ ഡേവിഡ് റായ അത് ലോങ് കിക്ക് എടുക്കുന്നു. അത് നേരത്തെ ലോങ് കിക്ക് എടുക്കാമായിരുന്നു, അത്രയും സമയം വേസ്റ്റ് ആവില്ല, അവിടെ ഒരു 10-25 സെക്കൻഡ് വേസ്റ്റ് ആവില്ല. കാരണം ഇവിടെ ഒടുവിൽ ലോങ് കിക്ക് തന്നെ എടുക്കുന്നു, അത് PSG പൊസിഷൻ കിട്ടുന്ന രീതിയിലേക്ക് മാറുന്നു. ഈ മത്സരത്തിനിടയിൽ PSG ആണെങ്കിൽ എന്താണ് പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ആർസണലിൻ്റെ ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ PSG സൈഡിൽ വൾണറബിലിറ്റി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഓവറോൾ PSG മൊത്തത്തിൽ ഓവറോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസേർവിങ് വിന്നേഴ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില കോളുകളൊക്കെ, റെഫറിങ് കോളുകളൊക്കെ ഇത്തിരി പ്രശ്നമായിരുന്നു. ആ ഒരു പെനാൽറ്റി ഷൗട്ടും ഉണ്ടായിരുന്നു PSG ഭാഗത്തു നിന്ന്. അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വരട്സ്കേലിയ അവിടെ ബോൾ റിസീവ് ചെയ്തിട്ടേ, ലെഫ്റ്റിൽ ബോൾ റിസീവ് ചെയ്തിട്ട് 3 ആൾക്കാരുടെ ഇടയിൽ കൂടെയാണ് അദ്ദേഹം കയറി പോകാൻ ശ്രമിക്കുന്നത്. അതാണ് ആ ഒരു ബ്രേവറി, ആ എബിലിറ്റിയിലുള്ള വിശ്വാസം കൂടിയാണ്. അപ്പോൾ അവിടെ ടിംബർ എന്നല്ലേ ഒന്ന് പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ഒരു 3-4 സെക്കൻഡ് കൂടി പിടിച്ചിരുന്നെങ്കിൽ പെനാൽറ്റി ആയിരുന്നേ. അവിടെ ഒന്ന് പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പെനാൽറ്റികൾ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ട്, പക്ഷേ എന്നെ സംബന്ധിച്ചോളം അതൊരു പെനാൽറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഒരുപാട് സമയം അത് പിടിച്ചിട്ടില്ല ആൾ. അതാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു 1-2 സെക്കൻഡോ ഒരു 3 സെക്കൻഡ് കൂടി കൈയോടെ വെച്ചിരുന്നെങ്കിൽ അതൊരു ബ്ലേറ്റൻറ്റ് ഒരു തടഞ്ഞു നിർത്തൽ പോലെ, അല്ലെങ്കിൽ ഒരു ഹോൾഡ് പോലെ നമുക്ക് തോന്നിയാണ്. ഇത് ജസ്റ്റ് കയ്യിൽ നിന്ന് വെച്ച് പുള്ളി എടുത്തിട്ടുണ്ട്, പക്ഷേ അത് വളരെ ഡേഞ്ചറസ് സംഭവമാണ്. അപ്പോൾ അവിടെ ലക്കി ബോയ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്നെ സംബന്ധിച്ചോളം അതൊരു പെനാൽറ്റി അല്ല, ബാക്കിയുള്ളവർക്ക് വേറെ രീതിയിൽ ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ലൂച്ചോയുടെ ടീമിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് ഡിസേർവിങ് വിക്ടറിയാണ്. 1-0, അത് 1-0 എന്നുള്ളത് 2-0, 3-0 ഒക്കെ ആക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആർസണലിനും ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡോണറൂമ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആർട്ടറ്റ എന്തുകൊണ്ട് ഒഡെഗാർഡിനെയൊക്കെ നേരത്തെ പിൻവലിച്ചില്ല എന്നുള്ള ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ആർട്ടറ്റയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലാക്ക് ഓഫ് ബ്രേവറി ശരിയാണ്. ഓപ്ഷൻസ് കാര്യമായിട്ടില്ല, ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വനേരിയ പോലെയുള്ള പ്ലേയേഴ്സൊക്കെ ഇല്ലേ അവിടെ. ഇപ്പോൾ ലൂയിസ് കെല്ലി എമ്പാതിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വനേരിക്കും ആ അവസരം കൊടുക്കുക. അപ്പോൾ വനേരിനെ ഒരു 75 മിനിറ്റ്സ് ഒക്കെ ആയപ്പോൾ തന്നെ വേണമെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. കാരണം ഒഡെഗാർഡിന് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് മേക്കർ സാക്കയാണ്. അപ്പോൾ സാക്കയെ പൂട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു പലപ്പോഴായിട്ട് ഈ മത്സരത്തിൽ. അപ്പോൾ അങ്ങനെ സാക്കയെ സ്ട്രാങ്കിൾ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ മാർട്ടിനെല്ലിയോ മറ്റാരെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ചെയ്യണം, അത് അവർക്ക് സാധിച്ചിട്ടില്ല. മാർട്ടിനെല്ലിക്കൊക്കെ ചാൻസ് കിട്ടി, ട്രൊസാർഡിന് ചാൻസ് കിട്ടി എന്നല്ലാണ്ട് ക്രിയേറ്റീവ് സംഭവങ്ങൾ അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ സ്ലോപ്പി ആയിരുന്നു അവരൊക്കെ. അപ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ ആർട്ടറ്റ തീരുമാനിക്കണമായിരുന്നു. ഒഡെഗാർഡിൻ്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്, അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് ലെഗിലെങ്കിലും ഒഡെഗാർഡ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആർട്ടറ്റ ചില ബ്രേവ് ആയിട്ടുള്ള തീരുമാനങ്ങളെങ്കിലും എടുക്കേണ്ടി വരും. ആ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫൈനലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു ബിഗ് ടാസ്ക്കാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ബാഴ്സലോണ വേഴ്സസ് ഇന്റർ മിലാൻ മത്സരം, ഇന്റർ മിലാൻ ആണെങ്കിൽ 3 മത്സരങ്ങൾ അടുപ്പിച്ച് തോറ്റിട്ടാണ് വരുന്നത്. അവരുടെ ട്രിപ്പിൾ സ്വപ്നം ബദ്ധവരികൾ അവസാനിപ്പിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം റനീരിയുടെ റോമ അവരെ ലീഗിലും പരാജയപ്പെടുത്തി. കോൺറ്റയുടെ നാപ്പോളി ആണെങ്കിൽ ജയിക്കുകയും ചെയ്തപ്പോൾ 3 പോയിൻറ്റ്സിൻ്റെ അഡ്വാൻറ്റേജ് നാപ്പോളിക്കുണ്ട്.
അപ്പോൾ ട്രബിൾ സ്വപ്നം എന്നുള്ളത് ഒന്നുമില്ലാത്ത ഒരു ദുസ്വപ്നമായിട്ട് മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇൻസാഗിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഇന്റർ മിലാൻ്റെ ആരാധകരുടെ മുമ്പിലുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അതവർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടറിയാം. അപ്പോൾ ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെറ്റ് പീസുകളൊക്കെ അവരത് യൂസ് ചെയ്യാൻ ശ്രമിക്കും. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ആ സെറ്റ് പീസുകളിലുള്ള വൾണറബിലിറ്റി നമ്മൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇന്റർ മിലാന് സാധിക്കുമെന്ന് കണ്ടറിയാം. ഒളിമ്പിക് മൊഞ്ചുക്കിലാണ് ഫസ്റ്റ് ലെഗ് മത്സരമുള്ളത്. പിന്നെ ലെവൻഡോസ്കി ഒരു മേജർ മിസ്സായിരിക്കും. ഈ ലെവൻഡോസ്കി ഈവൻ കോർണറുകളിലും അതായത് പിന്നെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ പോലും നടന്ന തരത്തിലുള്ള ചങ്ങായാണ്. അപ്പോൾ സെറ്റ് പീസുകൾ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. പിന്നെ മിഡ്ഫീൽഡിൽ ചലനോലു, ബരേല, മിഖിതാരിയൻ അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനർമാരാണ്. പക്ഷെ എന്താണ്, മൊറാൽ എന്ന് പറയുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. ബാഴ്സലോണ ഈ മത്സരത്തിലേക്ക് ഹൈ മൊറാലാണ് വരുന്നത്, ഇന്റർ മിലാൻ ലോ മൊറാലാണ് വരുന്നത്. അപ്പോൾ അത് പിന്നെ എങ്ങനെയാണ് ഇനി ഇന്റർ മിലാൻ ഈ ഒരു മത്സരത്തെ നേരിടാൻ പോകുന്നത് കണ്ടറിയേണ്ട സംഭവമാണ്. ലോഥറോ മാർട്ടിനസിനൊക്കെ മാജിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് അദ്ദേഹം. ചില സാഹചര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. പവാർഡിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബിസ്സെക്ക് തന്നെ ആയിരിക്കും ആ ഒരു RCB റോള് കളിക്കാൻ സാധ്യതയുള്ളൂ. ഡംഫ്രീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടറിയാം. ഡിമാർക്കോ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. ബാസ്റ്റോനി വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. സോമർ അസാമാന്യ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടി വരും ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമായിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ. കാരണം വെച്ചാൽ ബാഴ്സലോണ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യും, ബാഴ്സലോണ ഷോട്ടുകൾ എന്തായാലും അൺലീഷ് ചെയ്യും. പക്ഷേ ബാഴ്സലോണയ്ക്കും ഈ ക്ലിനിക്കലല്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മത്സരത്തിൽ ഒരു ഗോളിൻ്റെയൊക്കെ ഒരു ഡെഫിസിറ്റിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ ടൈ ഇന്ന് തന്നെ തീരാണ്ട് നോക്കണം ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം. ഒരു ഡ്രോ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് കാത്തിട്ട് കാണാം. ബാഴ്സലോണ പറഞ്ഞ പോലെ ഫറ്റീഗ് രണ്ട് ടീമിനെയും ബാധിച്ചിട്ടുണ്ട്. ഫറ്റീഗ് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ററിനെ സംബന്ധിച്ചോളം ഇമോഷണൽ ഫറ്റീഗും ഉണ്ട്, മെൻറ്റൽ ഫറ്റീഗും ഉണ്ട്. ബാഴ്സലോണയ്ക്ക് ആ മെൻറ്റൽ ഫറ്റീഗ് ഇല്ല എന്നുള്ളതൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഫിസിക്കൽ ഫറ്റീഗ് രണ്ട് ടീമിനുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്റിലാണ്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിട്ടാണ്. പിന്നെ പാരീസിൽ PSG തോൽക്കാനുള്ളൊരു സാധ്യത പേഴ്സണലി ഞാൻ കാണുന്നില്ല. പിന്നെ ഫുട്ബോളാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ബെർണബിയിൽ പോയിട്ട് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയ ആർസണൽ. പക്ഷേ PSG ഗംഭീര അറ്റ്മോസ്ഫിയറോടെ സൃഷ്ടിക്കും. ലൂച്ചോ ഒരു വിന്നറാണ്, എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറാണ്. മാത്രമല്ല ഈ PSG സൈഡ് ബ്രേവ് ആയിട്ടുള്ള, റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളൊരു സൈഡാണ്. അപ്പോൾ ആ സംബന്ധിച്ചിടത്തോളം തോമസ് പാർട്ടി തിരിച്ചു വരും. പക്ഷേ അവർ കുറച്ചുകൂടെ ബ്രേവായിട്ട് കളിക്കേണ്ടി വരും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രതീക്ഷ നിലനിർത്താനെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഞെട്ടിച്ചുകൊണ്ട് പാരീസിലൊരു വിജയം കൈവരിച്ചുകൊണ്ട് ഫൈനലിലേക്ക് എത്തണമെങ്കിൽ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പാരീസിൽ PSG തോൽക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ PSG എന്താണോ ആൻഫീൽഡിൽ ചെയ്തത് അതുപോലത്തെ ഒരു പണി ഇവർക്ക് ചെയ്യേണ്ടി വരും, ആർസണൽ ചെയ്യേണ്ടി വരും. കാത്തിരുന്ന് കാണാം. ഗുഡ് ബൈ.